ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. എപ്പോഴും യേശുവിനെ അനുഗമിക്കാൻ വരുന്ന ആളുകൾ എവിടെ പോയാലും എന്ന് പറയുന്നില്ല. എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ മിക്കവരും വരുന്നത്. ഇവൻ അതല്ല പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവിനോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഞാൻ എവിടൊക്കെ പോയത് നീ കണ്ടിട്ടുണ്ട്? അതാണ് പ്രശ്നം. ഇവൻ എവിടെയൊക്കെ യേശുവിനെ കണ്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കാനാവിലെ കല്യാണത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നേ, ഞാൻ അന്ന് വീഞ്ഞൊക്കെ വിളമ്പി കൊടുത്ത ആള്. ഓക്കെ, പിന്നെ നീ എന്നെ എവിടെ കണ്ടിട്ടുണ്ട്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ എന്നെ? അതിന്റെ 12ാമത്തെ പന്തി ഞാൻ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? പിന്നെ നീ എന്നെ എവിടെ കണ്ടിട്ടുണ്ട്? ലാസറിനെ ഉയർപ്പിച്ചപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞു, കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളാണ് നീ ഇതുവരെ കണ്ടത്. പക്ഷെ ഇനി ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് വീടും കുറുനരി കുഴിയിലും ഉണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. ഹി ഈസ് റിവീലിംഗ് ദ ഗ്രേറ്റ് ട്രൂത്ത് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്. ക്രൂസിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ അവന്റെ പൊടി പോലും നമ്മളവിടെ കാണുന്നില്ല. ഒരു കണക്കിന് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇതെടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇട്ടേച്ചു പോയല്ലോ. നമ്മളിൽ മിക്ക ആളുകളുടെയും പ്രശ്നം ഇതെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു വരുന്നവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും 14ാം അധ്യായം നമ്മൾ വായിക്കുന്നത് എന്താണ്? ഉപ്പ് നല്ലത് തന്നെ, പക്ഷെ ഉപ്പ് കാരമില്ലാതെ പോയാൽ ടേസ്റ്റ്ലെസ് സോൾട്ട് ആയിട്ട് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി മാറിയതിന്റെ കാര്യം എന്നാണ്. വി ഫെയിൽ ടു കൗണ്ട് ദ കോസ്റ്റ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ അനുഗമിക്കേണ്ടതിന് കൊടുക്കേണ്ടുന്ന വിലയെക്കുറിച്ച് അറിയാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ആരും പറയുന്നുമില്ല, പ്രസംഗിക്കുന്നുമില്ല. പറയുന്നതെല്ലാം കോസ്റ്റ് കൊടുക്കണമെന്നല്ല, എന്ത് കൊടുക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് എന്ത് കിട്ടുമെന്നാണ്. അവിടെ തന്നെ വേദപുസ്തകം പറയുന്നതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ. കർത്താവ് പറഞ്ഞു ഗോ ആൻഡ് പ്രീച്ച്, നമ്മൾ പറയുന്നത് കം ആൻഡ് ബി ബ്ലെസ്ഡ് ആണ്. കർത്താവ് പറഞ്ഞു പോവുക, പ്രസംഗിക്കുക. നമ്മൾ പറയുന്നത് വരിക, അനുഗ്രഹം പ്രാപിക്കുക. അല്ലേ? ഇത് ഏത് കാര്യത്തിലും കർത്താവ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയുന്നത്. കർത്താവ് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ എന്തൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും. നമ്മൾ പറയുന്നത് കർത്താവിനെ അനുഗമിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അടിസ്ഥാനം തന്നെ തകർന്നു പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം ആളുകൾ ചോദിക്കും, എന്തിനാ ഈ ക്രൂശിനെ കുറിച്ച് എത്ര പറയുന്നത്? കർത്താവ് ക്രൂശ് വഹിച്ചില്ലേ, ഇനിയിപ്പോ നമ്മളും കൂടെ ക്രൂശ് വഹിക്കണോ? ഓൾറെഡി കർത്താവ് എന്ത് ചെയ്തു? ക്രൂശ് വഹിച്ചല്ലോ. അവൻ നമുക്ക് വേണ്ടി ക്രൂശ് വഹിച്ചെങ്കിൽ ഇനി നമ്മൾ എന്തിനാണ് ക്രൂശ് വഹിക്കുന്നത്? ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ഒരു പുതിയ തിയോളജിയാ. എന്ത്? there is no need for cross because Jesus already took his cross. That's all. അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ക്രൂശ് വഹിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്രോസിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പഠിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായത്തിലെ 26ാം വാക്യത്തില് നമ്മളോട് കാണുന്നത്, എന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ, അഥവാ എന്റെ പിന്നാലെ വരുന്നവൻ, എന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഏത് വഴിയെ പോയോ അതേ വഴിയെ തന്നെ അവൻ വരട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അനുഭവം പറയുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ ഗോതമ്പ് മണി എന്നതുപോലെ നിലത്ത് വീണ് ചാകുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും പോകുകയാണ്. അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബി ബ്രോക്കൺ, ഐ എം ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്, ഐ എം ഗോയിങ് ടു ഡൈ. ആൻഡ് ഇഫ് യു വോണ്ട് ടു സെർവ് മീ, നിങ്ങൾക്ക് എന്നെ സേവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നോ അതേ അവസ്ഥകളിലൂടെ തന്നെ കടന്നു പോകാൻ നിങ്ങൾ തയ്യാറായേ മതിയാവൂ. അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ അല്ല അനുഗമിക്കുന്നത്. ക്രൂശ് ഒഴിവാക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ അല്ല അനുഗമിക്കുന്നത്. കാര്യം എന്റെ യേശു ക്രൂശിക്കപ്പെട്ടവനായ യേശുവാണ്. അതുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രോസ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയേ മതിയാവുകയുള്ളൂ. നാമും നിലത്ത് വീണ് ചാകണം. കാരണം മരണമാണ് ജീവൻ. ക്രൂശ് ജീവനാണെന്നുള്ള തിരിച്ചറിവാണ്. മരണമാണ് ജീവൻ. മരിക്കാതെ ജീവൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20 നമ്മൾ കാണുന്നു. It says about our cross, I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ, ഈ വാക്കിനൊരു വലിയൊരു അർത്ഥമുണ്ട്. നമ്മുടെ ക്രോസ് ഒരു ഡിഫറന്റ് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് I have my own cross, but it is something like united with the cross of Jesus Christ. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോട് കൂടെയാണ്. നമ്മുടെ ക്രൂശ് യേശുവിന്റെ ക്രൂശിൽ നിന്ന് മാറി നിൽക്കുന്ന കള്ളന്റെ ക്രൂശല്ല. വി ആർ നോട്ട് ക്രൂസിഫൈഡ് വിത്ത് ദ തീഫ്, വി ആർ ക്രൂസിഫൈഡ് വിത്ത് ജീസസ്, വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ ക്രൂശ് യേശുവിന്റെ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു ക്രൂശാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ
ഇനി ഞാൻ പറയുന്ന ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ്. വി ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. നമ്മുടെ ക്രോസ് യേശു കർത്താവിന്റെ ക്രോസുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കിടക്കുകയാണ്. It is not the cross of Jesus Christ, but it is bound with the cross of Jesus Christ. We are not crucified on the cross of Jesus Christ, but our cross is bound with the cross of Jesus Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ക്രോസ് ഈസ് ഐഡന്റിഫൈയിങ് വിത്ത് ജീസസ്. യേശുവുമായി ഏകീഭവിക്കുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. വി ആർ ഐഡന്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോട് എന്നെ ഏകീഭവിപ്പിക്കുന്നതാണ് ക്രൂശ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഈ സത്യം അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇന്ന് പലപ്പോഴും പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ ആഴമെന്ന് ഞാൻ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് നോർമലാണ്. പക്ഷേ അധികം സമയം ആളുകൾ പറയാത്തത് കൊണ്ടാണ് ഇത് ആഴമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് സംതിങ് വെരി ഡീപ്പ്. അങ്ങനെയൊന്നുമില്ല. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ചില ആളുകൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് വെളിപ്പാട് കൊടുത്തെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരാൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധിക്കാൻ വേണം. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എല്ലാവരും പ്രസംഗിക്കാത്ത, എല്ലാവരും പറയാത്ത ചില കാര്യങ്ങൾ, എപ്പോഴും കേൾക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷെ തോന്നിയ കേടോ ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊന്നുമില്ല. there is no deep Christianity as such. It is normal Christianity. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയൊരു ബുക്കുണ്ട്. ഒരിക്കൽ ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ചപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചോളാം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇതൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ചു, this is only for spiritual giants. It is not for people like me. I'm not a spiritual giant. ഞാനൊരു വലിയ ആത്മീയ മല്ലയുദ്ധം ചെയ്യുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് എനിക്കൊന്നുമുള്ള ജീവിതമൊന്നുമല്ല. I am a normal person. ഇതൊക്കെ ഡീപ് ക്രിസ്ത്യൻ ലിവിംഗ് ആണ് എന്ന് വെച്ച് അതിന്റെ ടൈറ്റിൽ ഒന്നും എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അമ്പലന്ന് പോയത്. ഇറ്റ് വാസ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഇറ്റ് വാസ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഇറ്റ് വാസ് വാച്ച്മനിയുടെ നോർമൽ ക്രിസ്ത്യൻ ലൈഫാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ എന്തോ ജീവിതമാണ്. കാര്യം എന്നറിയാമോ, ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നിരുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. ഇതുപോലെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയാൻ പലപ്പോഴും പരിശ്രമിക്കാത്തത് കൊണ്ട് ഇത് ഡീപ്പാണെന്ന് പക്ഷെ തോന്നിയേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ പെട്ടെന്ന് വിട്ടത്. അബൌട്ട് കൗണ്ടിങ് ദ കോസ്റ്റ് ആൻഡ് those who have failed in counting the cost and those who failed to follow Jesus Christ. You just read the passage. It is so easy to understand. വളരെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. See, ഒരു സ്പിരിച്വൽ ആത്മീയതയുടെ ഒരു വലിയ പ്രത്യേകത, അതൊരു ബ്ലെൻഡാണ്. അദൃശ്യമായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ദൃശ്യ ലോകത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളും കൂടെ ഒരു ബ്ലെൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ അത് പൗലോസ് പല സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ when you see Jesus died on a cross, in the history everybody, ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവോടെ മരിച്ചു കിടക്കുന്നതാണ്. അത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ പോള് അതിനെ ആത്മീയമായി കണ്ടപ്പോൾ പറഞ്ഞു, അവിടെ മരിച്ചു കിടക്കുന്നത് യേശു കർത്താവാണ് ദൃശ്യലോകത്തിൽ. എന്നാൽ അദൃശ്യ ലോകത്തിൽ അവിടെ തൂങ്ങിക്കിടക്കുന്നത് നമ്മുടെ പാപമാണ് എന്ന് പോള് പറയാണ്. നമുക്ക് നീതി ലഭിക്കേണ്ടതിന് വേണ്ടി പാപമറിയാത്തവനെ ദൈവം എന്ത് ചെയ്തു? പാപിയാക്കുകയല്ല, പാപമാക്കി. അപ്പോൾ നമ്മുടെ പാപമാണ് കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമല്ല, ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? ഇതുപോലെ ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ പിന്നിലെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വേദവസ്തുത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷെ അതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൗള് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന പല വേദവാക്യങ്ങളുമുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ചരിത്രത്തിലെ സാജു എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിലേക്ക് ജീവിച്ചു. നമുക്ക് അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ആ ചരിത്ര യാഥാർത്ഥ്യത്തിൽ ഞാൻ ആരുടെ മോനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവിന്റെ പേര് എനിക്ക് ക്ലീനായിട്ട് പറയാനായിട്ട് പറ്റും. പക്ഷേ വേദപുസ്തക പ്രകാരം everyone who is born into this world, he is son of Adam. ഭൂമിയിലേക്ക് ജനിച്ച ഏതൊരു വ്യക്തിയും ആരുടെ മകനാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ആദാമിന്റെ മക്കളാണ്. അതുകൊണ്ട് when you are born into this world, you are identifying with Adam. ഭൂമിയിലേക്ക് ജനിക്കുന്ന സകല മനുഷ്യരും ആദാമിനോട് ഏകീഭവിക്കുകയാണ് അവരുടെ ജനനം കൊണ്ട്. എന്നാൽ അടുത്തത്, when I am dying with Jesus in baptism, I am identifying with Jesus. നമ്മൾ യേശുവിനോട് കൂടെ മരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? We are united with Christ in his death.
That's what we read in Romans chapter 6. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഏകീഭവിക്കുവാൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. We are united with Jesus in his death. അപ്പോൾ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ആരുമായിട്ടാണ് ഏകീഭവിക്കുന്നത്? We are identifying with Adam. And നമ്മൾ when you are taking baptism എന്ന് പറയുമ്പോഴത്തേക്ക് ബാപ്റ്റിസത്തിന്റെ ഇപ്പോഴാണ് ഈ ബാപ്റ്റിസത്തിന്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അപ്പോൾ തന്നെ ബാപ്റ്റിസം എന്താണ് എടുക്കുന്നത് കൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ടതായ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതുകൊണ്ട് ബാപ്റ്റിസം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും ജനന അനുഭവത്തോട് ചേർന്ന് ഉടനെ തന്നെ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ എടുത്തു കാണിക്കുന്നത്. സോ വെൻ യു ആർ ബോൺ അഗെയിൻ, യു നോ വാട്ട് ഹാപ്പൻസ്? യു ബിക്കം എ സൺ ഓഫ് ഗാഡ് ഓർ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കള് ആയിത്തീരുകയാണ്. അല്ലെങ്കിൽ when we are born again, in John chapter 3 we read that we are born of the Spirit. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ, റൈറ്റ്, ഓക്കെ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ആരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു? ആത്മാവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവും ആത്മാവിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. നിന്നിൽ ഉൽപാദിതമാകുന്ന പ്രജ എന്താണ്? ആത്മാവിൽ നിന്ന്. he was born, Jesus was born of the Spirit, and we are also born of the Spirit in a different way, of course, but still അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when you are born again, you are identifying with Jesus Christ. When you are born, you are identified. When you are born into this world, you are identified with Adam, and when you are born again, you are identified with Jesus Christ. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആദാമുമായി ഏകീഭവിക്കുന്നു. എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആരോട് ഏകീഭവിക്കുന്നു? യേശു ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നു. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നത്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇത് പോൾ പറയുന്ന ദൈവശാസ്ത്രമാണ്. ഇതാണ് പോൾ പറയുന്നതായ ആത്മീകമായ യാഥാർത്ഥ്യം. എന്താണ്? ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ പോൾ പറയാണ്, ഏക മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് എല്ലാവരും പാപം ചെയ്തെന്ന്. ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തു. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇടമാറുക എന്ന് പറയുന്ന ഒരു എത്തിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് ഒരു സൺഡേ സ്കൂളിലെ സ്റ്റുഡന്റ് ചോദിച്ചു, 2000 വർഷം മുമ്പ് യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് എന്റെ പാപങ്ങൾ എങ്ങനെയാണ് മോചിക്കപ്പെടുന്നത്? അദ്ദേഹം പറയുന്നത്, അതെന്നെ അങ്ങ് ചിന്തിപ്പിച്ചു, അങ്ങനെ ഞാൻ എത്തിസ്റ്റ് ആയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഭയങ്കര ചിന്തയായിപ്പോയി. അപ്പം വേദപുസ്തകത്തിന്റെ തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ തത്വമല്ല, ഇൻഫാക്ട് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഒരു വ്യക്തി പാപം ചെയ്യുന്നത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതല്ല. ആദാമിന്റെ പാപം ആദാമിന്റെ സന്തതി പരമ്പരകളിലേക്ക്, അല്ലെങ്കിൽ സന്തതി പരമ്പരകളെ പാപികളായിട്ട് ദൈവം നോക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച്. ഈവൻ ഐ വാണ്ടഡ് ടു റൈറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് it's something we need to understand. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ എന്താണ്, വേണാട്ട് രാജാവിന്റെ പ്രജകളായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ദാറ്റ്സ് ഹിസ്റ്ററി, ചരിത്രം അനുസരിച്ച്. അപ്പൊ ആരുടെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഈ വേണാട്ട് രാജാവ് ആർക്കാണ്? ബ്രിട്ടീഷ് രാജ്യത്തിലെ രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്ക് ഒരു കോൺട്രാക്ട് എഴുതി കൊടുത്തു. ഞങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ആളുകളാണ്, ഞങ്ങളെ ഭരിക്കാനായിട്ടുള്ള അവകാശം ആർക്ക് എഴുതി കൊടുത്തു? ഒരു കോൺട്രാക്ട്. ആരാ എഴുതി കൊടുത്തത്? ഒരു രാജാവ് എഴുതി കൊടുത്തു. ഒരു രാജാവ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു, ഞങ്ങളെ ഭരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. അന്ന് തൊട്ട് ആ ആള് എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തൊട്ട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ബ്രിട്ടീഷുകാരന്റെ അടിമയാണ്. ഒരു ബ്രിട്ടീഷുകാരൻ പോലീസുകാരൻ എന്നെ വന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും, താനെന്തിനാ എന്റെ അകത്ത് കൊടുക്കുന്നത്? ഞാൻ വേണാട്ട് രാജാവിന്റെ ആളാണ്. ഉടനെ അയാളെന്താ പറയും, ഇവിടെ വേണാട്ട് രാജാവ് ഇപ്പൊ ഞങ്ങളുടെ ആളാ, പിന്നെ താനെന്തോ ഈ പറയുന്നത്? ബിക്കോസ് വേണാട്ട് രാജാവ് എഴുതി കൊടുത്ത ഒരു കോൺട്രാക്ട് കൊണ്ട് വേണാട്ട് രാജാവ് മാത്രമല്ല, നമ്മൾ അയാളുടെ കീഴിലുള്ള സകല ആളുകളും, അയാൾ റെപ്രസെന്റ് ചെയ്യുന്ന സകല ആളുകളും ബ്രിട്ടീഷുകാരുടെ അടിമകളായി തീരുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്? ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ കോൺട്രാക്ട് അനുസരിച്ച് ഇയാൾ താൻ ഞങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ കോൺട്രാക്ട് ഒന്നും എഴുതി തന്നിട്ടില്ല. പക്ഷെ ഞാൻ കോൺട്രാക്ട് എഴുതി കൊടുക്കണമെന്നില്ല.
എന്നെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ എഴുതി കൊടുത്താൽ മതി. അതിന്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇനി കുറെ കാലം കഴിഞ്ഞെന്ന് വെച്ചു, ഈ കോൺട്രാക്ട് എഴുതി കൊടുത്ത രാജാവ് അങ്ങ് മരിച്ചു, കോൺട്രാക്ട് എഴുതി വാങ്ങിച്ച ബ്രിട്ടീഷ് രാജാവും അങ്ങ് മരിച്ചെന്ന് വെച്ചു. എന്നാലും ഈ കോൺട്രാക്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ രാജാവിന്റെ മക്കൾ മാത്രമല്ല, അടുത്ത തലമുറയിൽപ്പെട്ട പ്രജകൾ മുഴുവൻ ആരുടെ അടിമകളാണ്? ബ്രിട്ടീഷ് രാജാവിന്റെ അടിമകളാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതൊരു പക്ഷെ തലമുറകൾ കഴിഞ്ഞാലും ഈ അടിമത്തം ഇല്ലാതെയാകുന്നില്ല. പണ്ടെന്നോ എഴുതി കൊടുത്ത ഒരു കോൺട്രാക്റ്റ് ആണ് ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. റൈറ്റ്? ഇനി ഞാൻ സ്വതന്ത്രനാകണമെങ്കിൽ വേണാട്ടുകാരനായ ഉശിരുള്ള ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ബ്രിട്ടീഷ് രാജാവിന്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് അയാളെ കൊന്നോ എങ്ങനെയോ ആയിക്കോട്ടെ, ഈ കോൺട്രാക്ട് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലേ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ സ്പിരിച്വൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ആദാം ഒരു കോൺട്രാക്ട് എഴുതി കൊടുത്തത് കൊണ്ട് ആദാമിൽ നിന്ന് ജനിക്കുന്ന സകല ആളുകളും പിശാചിന്റെ അടിമകളായി, പാപത്തിന്റെ അടിമകളായി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു യുഗങ്ങളായി. ഇത് മനസ്സിലാക്കാൻ വലിയ യുക്തിഹീനതയൊന്നുമില്ല ഇതിനകത്ത്. വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ യുക്തിപരമായി വിവരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ലെങ്കിലും ഇതിനകത്ത് ഞാൻ വലിയ യുക്തിഹീനതയൊന്നും കാണുന്നില്ല. ഇത് എന്താണ്, ഒട്ടും റാഷണൽ അല്ലെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് റാഷണൽ. റൈറ്റ്? നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് പോള് ഈ തത്വം അനുസരിച്ച് പറയാണ്, ആദാം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാവരിലും മരണം വാഴുവാൻ കാരണം പാപം ഒരുത്തൻ ചെയ്തില്ലെങ്കിലും, അങ്ങനെ ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും, ഈവൻ ഇഫ് എ പേഴ്സൺ വാസ് നോട്ട് കമ്മിറ്റിംഗ് സിൻ, സ്റ്റിൽ ഹി വാസ് അണ്ടർ ദ കേഴ്സ് ഓഫ് ദ സിൻ. പാപത്തിന്റെ ശാപത്തിന്റെ കീഴിലായിരുന്നു ആര്? ജനിക്കുന്ന ഏതൊരു വ്യക്തിയും. എന്തുകൊണ്ട്? ബിക്കോസ് ആദാമ്യ വർഗത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ആദാമിന്റെ ഡെസ്റ്റിനി എന്റെ ഡെസ്റ്റിനിയാണ്. ആദാമിന് എന്ത് വിധിക്കപ്പെട്ടുവോ അതെന്റെ വിധിയാണ്. ക്രിസ്തേശുനാ